ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു വെക്കേഷൻ സ്ലൈസ് ഓഫ് എ ഡേ ആണ് ചെയ്യുന്നത്. അപ്പം രാവിലെ തന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടുന്നുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നൊരു സാധനമാണ് കേട്ടോ ഈ ബെഡ്ഷീറ്റ് വിരിക്കുന്നത്. അപ്പം നമ്മൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു, പിന്നെ എൻ്റെ ചെറിയ കുട്ടി പില്ലോസ് വെച്ചു, പിന്നെ എനിക്ക് എൻ്റെ ബ്ലാങ്കറ്റാണിത്. അപ്പം ഇത് ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൂടെ നമ്മൾ സെറ്റ് ചെയ്തു. പിന്നെ നമ്മളത് നമ്മൾ ബെഡ് കുറച്ചേരം ആസ്വദിക്കണം. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതിനുശേഷം നമ്മൾ യോഗ ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് സ്ട്രെച്ചിങ് ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യുന്ന അടിപൊളിയാണ്. അതിനുശേഷം എന്താണ്, ഞാൻ നമ്മുടെ ഹോളിൽ വന്നിട്ട് ഒരു കോഫിയൊക്കെ അമ്മ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ എടുത്തുകൊണ്ട് വരുന്നു, കുടിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ വെക്കേഷൻ ആയതാണ് ലേറ്റ് ആയിട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. അതിനുശേഷം ഇന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അപ്പോൾ ആ ഒരു ദിവസമാണ് ഞാൻ പ്രോപ്പറായിട്ടൊന്ന് എഴുന്നേറ്റ് കുറച്ച് നേരത്തെ എഴുന്നേറ്റില്ലാത്ത. അപ്പോൾ നമ്മൾ 10 o'clock ആവും. പക്ഷേ നമ്മൾ ഈ ഒരു ദിവസം 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം കുറച്ച് പ്രൊഡക്റ്റീവ് ആകാൻ തോന്നി കുറച്ച് ടു ഡു ഒക്കെ ഞാൻ എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അത്യാവശ്യമായിട്ട് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ. കാരണം ഫസ്റ്റ് ഡേ ആണല്ലോ, നമ്മൾ വെക്കേഷൻ കുറേ ദിവസം ചുമ്മാ കളഞ്ഞത് കാരണം അത്യാവശ്യം ചെയ്യാമെന്ന് ഉറപ്പുള്ളത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ, അത് എഴുതി വെക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ചെയ്ത് തീർക്കുമ്പോൾ നമുക്ക് അടുത്ത ദിവസം ഇതുപോലെ തന്നെ പ്രൊഡക്റ്റീവ് ആകാനായിട്ട് പറ്റും. സോ പ്രൊഡക്റ്റീവ് ആകാനായിട്ട് മാത്രം, അപ്പം അങ്ങനെ വേണ്ടി മാത്രം നമ്മൾ ടു ഡു എഴുതി വെക്കുക. അപ്പം സ്റ്റാർട്ടിങ് ഒക്കെ ചെയ്യുമ്പോൾ അതായിരിക്കും നല്ലത്. അപ്പം ഞാൻ അതിൽ എഴുതിയിരിക്കുന്നത്, നമ്മളിപ്പോൾ നീറ്റ് തുടങ്ങുകയാണല്ലോ, +2 കഴിഞ്ഞത് കാരണം നീറ്റ് ഉള്ളത് കാരണം നീറ്റിന് വേണ്ടി ഏതെങ്കിലും ഒരു പോർഷൻ പഠിക്കാമെന്നാണ് വിചാരിച്ചത്. കാരണം ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആയതാണ് കുറച്ച് പഠിക്കാനായിട്ട്. ജസ്റ്റ് ഞാനൊരു പോർഷൻ എടുത്തിട്ടുണ്ട്. അപ്പം അത് ഞാൻ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് നോക്കിയിടുകയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യുക, നമ്മുടെ നെയിൽ പോളിഷ് ഇടാനായിട്ട് വന്നിട്ട് കുറേ നാളായിട്ട് നെയിൽ പോളിഷൊക്കെ ഇട്ടിട്ട്. അപ്പം എനിക്ക് ഏറ്റവും ക്രൈസുള്ളൊരു കാര്യമാണ് ഈ നെയിൽ പോളിഷ്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, എൻ്റെ ഒത്തിരി നെയിൽ പോളിഷ് ഉണ്ട്. അമ്മയ്ക്കും അങ്ങനെ തന്നെ നെയിൽ പോളിഷിനോട് ഒത്തിരി ക്രൈസുള്ളതാണ്. അമ്മയും കുറേ നെയിൽ പോളിഷ് വാങ്ങിക്കും, ഞാനും കുറേ നെയിൽ പോളിഷ് വാങ്ങിക്കും. അപ്പോൾ അങ്ങനെ ഒത്തിരി നെയിൽ പോളിഷ് എൻ്റെ കയ്യിലുണ്ട്. അപ്പം ചിലർക്ക് ഓരോരുത്തർക്കും ഓരോ ക്രൈസ് ആയിരിക്കും. ചിലർക്ക് ഇയറിങ്സിനോടായിരിക്കും ക്രൈസ്, ചിലപ്പോൾ മാലയായിരിക്കും, റിങ് ആയിരിക്കും. അപ്പോൾ എനിക്ക് നെയിൽ പോളിഷിനോടാണ് ഏറ്റവും കൂടുതൽ ഭയങ്കര അട്രാക്ഷൻ ഉള്ളത്. ഞാൻ വെറ്റ് വൈപ്സ് എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ മറ്റേ റിമൂവർ ഉണ്ടായിരുന്നു. റിമൂവർ ഇപ്പം ഇല്ലാത്ത കാരണം നമ്മൾ നെയിൽ പോളിഷ് വെച്ച് തന്നെ ഒരു കോട്ട് അടിച്ചിട്ട് നമ്മളിങ്ങനെ ഇത് ചെയ്താൽ മതി. ഇപ്പം ഞാൻ വെറ്റ് വൈപ്സ് എടുത്തുകൊണ്ടാണ് തോന്നുന്നത് പെട്ടെന്ന് പോകുന്നില്ല. കോട്ടൺ തുണി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ, അല്ലെങ്കിൽ കോട്ടൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലോത്ത് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് പെട്ടെന്ന് പോകാനായിട്ട്. വെറ്റ് വൈപ്സ് എടുത്തുകൊണ്ടാണെന്ന് തോന്നുന്നു. അത് പോകാനായിട്ട് കുറച്ച് പാടുണ്ടായിരുന്നു. കുറച്ച് നേരം എടുത്തു വന്ന് പോയി കിട്ടാനായിട്ട്. അത് 2-3 കോട്ട് അടിക്കേണ്ടി വന്നു. അപ്പം എന്തെങ്കിലും തുണി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പം റിമൂവർ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ നെയിൽ പോളിഷ് തന്നെ തൂത്തിട്ട് കളയുന്നതായിരിക്കും. കാരണം റിമൂവർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ നഖത്തിൻ്റെ കട്ടി കുറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അതിനേക്കാളും നല്ലത് ഈ നെയിൽ പോളിഷ് ഇട്ട് തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കുന്നതാണെങ്കിൽ. സ്പ്രേ ഒക്കെ യൂസ് ചെയ്യാം. സ്പ്രേ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഇത് പെർഫ്യൂം യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് പോകുന്നതായിട്ട്, അതായത് പെർഫ്യൂം പെട്ടെന്ന് തീരും. പക്ഷേ എനിക്ക് അത്ര എഫക്റ്റ് തോന്നിയിട്ടില്ല. പക്ഷേ നെയിൽ പോളിഷ് ഇട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ വെറ്റ് വൈപ്സ് യൂസ് ചെയ്യാതെ ക്ലോത്ത് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു ഗ്രീൻ കളർ അത്ര വലിയ ഇഷ്ടമില്ല കേട്ടോ വാങ്ങിച്ചതിൽ. അതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ടാണ് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3-4 കോട്ട് അടിക്കേണ്ടി വന്നു കേട്ടോ. അപ്പം എനിക്ക് ലോങ് നെയിൽസ് ഇഷ്ടമാണ്. ചിലപ്പോൾ ലോങ് നെയിൽസ് ആയിരിക്കും ഇഷ്ടം, ചിലപ്പോൾ ഷോർട്ടായിരിക്കും. അപ്പോൾ എനിക്കറിയില്ല, എനിക്ക് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഇത് ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ചില നെയിൽ കട്ട് എനിക്കിഷ്ടമല്ല, ചില നെയിൽ പോളിഷുകൾ എനിക്കിഷ്ടമില്ല. അപ്പം ചിലത് മാത്രമേ എൻ്റെ കൈക്ക് ചേരുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ അമ്മ വാങ്ങിക്കുന്ന പലതും എനിക്ക് ഇഷ്ടപ്പെടാറില്ല. കാരണം അമ്മയുടെ ടേസ്റ്റും എൻ്റെ ടേസ്റ്റും വേറെയാണ്. സോ അമ്മ കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡായിരിക്കും, എനിക്ക് കുറച്ചുകൂടെ ന്യൂഡ് ഷെയ്ഡുകളാണ് കുറച്ചുകൂടി ഇഷ്ടം. അപ്പം ഈ ഒരു ഗ്രീനൊക്കെ അമ്മ വാങ്ങിച്ചതാണ്, അതുകൊണ്ട് എനിക്കത് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. അമ്മ ഇതുപോലത്തെ ഈ ഗിൽട്ടൊക്കെ ഉള്ളതാണ്, എനിക്ക് ഗിൽട്ടുള്ളതൊന്നും ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനമാണ്. അപ്പം അങ്ങനത്തെ ഐറ്റംസ് ഒന്നും എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് ന്യൂഡായിട്ടുള്ള, ചിലപ്പോൾ ഞാനൊരു വൈറ്റ് കളർ മാത്രമേ ഇടുള്ളൂ കേട്ടോ, ചിലപ്പോൾ ബ്ലാക്ക്, അങ്ങനത്തെ സ്പെസിഫിക് കളേഴ്സ് മാത്രമേ ഞാൻ ഇടാറുള്ളൂ. അപ്പം എന്നെപ്പോലുള്ളവരുണ്ടോ എന്ന് പറയാം കേട്ടോ. അതായത് ഒരേ നെയിൽ പോളിഷ് തന്നെ ആയിരിക്കും പിന്നെയും ഇട്ടുകൊണ്ടിരിക്കുക. എനിക്ക് അത് തന്നെ ആയിരിക്കും കംഫർട്ടബിൾ. അതായത് ഞാൻ വേറെ വെറൈറ്റി ഒന്നും ട്രൈ ചെയ്യാറില്ല. ഇപ്പം ഞാൻ പീച്ച ഇടുന്നെങ്കിൽ പീച്ച തന്നെ ആയിരിക്കും കേട്ടോ ഞാൻ എപ്പോഴും ഇടുക. മജന്ത ആണെങ്കിൽ മജന്ത തന്നെ ആയിരിക്കും ഇടുക, ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് തന്നെ ആയിരിക്കും. അങ്ങനെ ഓരോ ഷെയ്ഡ്സും, അതായത് ഒരു ഷെയ്ഡ് മാത്രമായിരിക്കും ഞാൻ എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ആ സാധനം വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഈ നെയിൽ പോളിഷ് എല്ലാം വെക്കുകയാണെങ്കിലും
പിന്നെ ചിലപ്പോൾ എനിക്ക് നെയിൽ ആർട്ടൊക്കെ ചെയ്യാൻ തോന്നുമ്പോൾ ഞാൻ നെയിൽ ആർട്ടൊക്കെ ചെയ്യുമ്പോൾ മിക്സ് ആയിട്ട് ഇപ്പോൾ എനിക്ക് വൈറ്റ് ഇങ്ങനെ കോട്ട് അടിക്കുകയല്ലേ, നമ്മൾ ട്രാൻസ്പെറൻറ്റ് കോട്ട് അടിക്കാനായിട്ട് അതില്ലാത്തതാണ്. ഞാൻ പിന്നെ രണ്ട് കയ്യിൽ വിടണം എന്നുള്ള നെയിൽ പോളിഷ് ഇടണം എന്നുള്ള ഒരു ആഗ്രഹം വന്ന കാരണം പിന്നെ രണ്ട് കയ്യിലൂടെ എനിക്ക് നെയിൽ ആർട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അത് കാരണം ഞാൻ നെയിൽ ആർട്ട് ചെയ്യാൻ പറ്റാത്ത കാരണം തന്നെ അങ്ങനെ ഇട്ടിട്ടില്ല, ഒരു കയ്യിൽ മാത്രമേ ഇട്ടിട്ട്, അതായത് നെയിൽ ആർട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേ ഞാൻ നഖമൊക്കെ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് വിചാരിച്ചു, നഖമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്യാനായിട്ട്. അപ്പം ഇപ്പോഴും എൻ്റെ ആ ഒരു പെട്ടിക്കകത്ത് തന്നെ നെയിൽ കട്ടർ കാണും, 2 നെയിൽ കട്ടർ കാണും. ഇതെൻ്റെ തന്നെ ആയത് കാരണം ആരും വന്ന് എടുത്തുകൊണ്ട് പോയില്ല, അത് സേഫാണ്. കാരണം നമ്മളെപ്പോഴും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും പെട്ടെന്ന് കാണാതെ പോകും. അപ്പോൾ നമ്മളെപ്പോഴും എടുക്കുന്ന സാധനത്തിൽ തന്നെ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം നെയിലൊക്കെ നന്നായിട്ട് ഉരച്ച് സെറ്റാക്കി. ഞാൻ ഇത്തവണ സ്ക്വയർ കട്ടാണ് ചെയ്യുന്നത്. നേരത്തെ ആൽമണ്ട് കട്ടായിരുന്നു വെട്ടിയിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് വളർന്നു പോയി. എൻ്റെ നഖം പെട്ടെന്ന് വളരും, പക്ഷെ പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു പോകും കേട്ടോ. അങ്ങനെയാണ് എൻ്റെ നഖം. അപ്പം നമ്മളത് സ്ക്വയർ കട്ട് ചെയ്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഏത് നെയിൽ പോളിഷ് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പിന്നെ ഒട്ടുമിക്ക എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്, പക്ഷേ ചിലത് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ചിലത് അമ്മ വാങ്ങിക്കുന്നത് എനിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാറില്ല, അതുകൊണ്ട് ഞാനത് റിമൂവ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് 2 കയ്യിലും നെയിൽ പോളിഷ് ഇടാൻ തോന്നിയത്. ഞാൻ സാധാരണ ഒറ്റ കയ്യിൽ ഇടാറുണ്ടായിരുന്നുള്ളൂ. അപ്പം 2 കയ്യിലും ഞാൻ നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം തിരിച്ച് അതേപോലെ തന്നെ എടുത്ത് വെക്കണം കേട്ടോ. അപ്പം അതിന് മുമ്പേ എനിക്കിതൊക്കെ ഒന്ന് കണ്ട് ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഈ ഒരു കളറാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ലാസ്റ്റായിട്ട് ഇങ്ങനെയാണ് നമ്മുടെ നെയിൽ പോളിഷ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ലാസ്റ്റായിട്ട് ഇത് നമ്മുടെ സ്കിൻ കെയറും ഒന്ന് കാണിച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഫേസ് വാഷ്, മോയ്സ്ചറൈസറും അതുപോലെ ലിപ് ബാം ഇട്ടു, നമ്മൾ സെറ്റായി.